ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ SIT അന്വേഷിച്ചു കൊണ്ടിരുന്ന വിവാദ വ്യവസായി ഡി മണിയെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ ഏതാണ്ട് ഈ വ്യക്തിയെ, ഇയാൾ ഒരു പ്രവാസി വ്യവസായിയാണെന്നും അല്ല തമിഴ്നാട്ടിലെ ഒരു വ്യവസായി ആണെന്നും പറയപ്പെടുന്നു. ഇന്നലെ തന്നെ ആളെ ഏതാണ്ട് തിരിച്ചറിഞ്ഞ് SITയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ചെന്നൈയിലേക്ക്, തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിലേക്ക് പോയിരുന്നു. ഇതൊക്കെ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്ത വിഷയമാണ്. എന്നാൽ ഇന്ന് കുറെ കൂടി വ്യക്തമായി വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ഡി മണി എന്ന വ്യവസായി, ആള് പ്രവാസിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഈ വ്യവസായി ഡി മണി എന്നുള്ള പേര് പോലും ശരിയല്ല എന്ന് ഇന്നലെ തന്നെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്നതാകാം എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് നമ്മളൊക്കെ വിശകലനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കുറെ കൂടി വ്യക്തമായി ഈ ഡി മണി എന്നുള്ളതൊരു അപരനാമമാണ് എന്ന്, അങ്ങനെ ഒരു പേരിലാണ് ഈ വ്യക്തി അറിയപ്പെടുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് ഏതാണ്ട് SIT സ്ഥിരീകരിച്ചു. ഈ ഡി മണിയെ കുറിച്ച് ഇന്നലെ തന്നെ കേട്ടിരുന്നത് ദാവൂദ് മണി എന്നും പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് മണി എന്നും ഒക്കെയാണ് ഇന്നലെ തന്നെ ചില പരാമർശങ്ങൾ കേട്ടത്. അത് പല ചാനലുകളും ആ വാർത്ത ഇന്നും പങ്കുവച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇയാൾ ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകൻ എന്ന പേരുള്ള, യഥാർത്ഥ പേരുള്ള വ്യവസായി ആണ് എന്ന് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. SIT ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ സഹായി ശ്രീകൃഷ്ണൻ എന്ന മറ്റൊരാളിനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശ്രീകൃഷ്ണനും ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകൻ, ഡി മണി എന്നറിയപ്പെടുന്ന ബാലമുരുകനും എങ്ങനെയാണ് ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. ഇവർക്ക് വളരെ കൃത്യമായിട്ട് ഈ സ്പോൺസർമാരെ ശബരിമലയിൽ എത്തിച്ച, ദേവസ്വം ബോർഡുമായി ബന്ധിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതിന് തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കേവലം ഇതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയാകുന്നില്ല. ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡി മണി എന്നറിയപ്പെടുന്ന ബാലമുരുകനുമായിട്ട് ഏത് കാലത്താണ് ബന്ധപ്പെട്ടത്, ശ്രീകൃഷ്ണൻ ഈ സംഘത്തിലേക്ക് വന്നത് എന്നാണ് തുടങ്ങിയ അവിടെ നിന്ന് ആരംഭിച്ച് ഒരുപാട് ചോദ്യങ്ങൾ SITക്ക് ചോദിക്കാനുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരം കിട്ടാനുമുണ്ട്. മാത്രമല്ല, പല കാര്യങ്ങളിലും ദുരൂഹത അവശേഷിക്കുന്നു. മുൻ ആഭ്യന്തരമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഒരു പ്രവാസി വ്യവസായി ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. തുടർന്ന് SITക്ക് അദ്ദേഹം മൊഴി നൽകുകയും ചെയ്തു. ഈ പ്രവാസി വ്യവസായി രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ SITക്ക് വിവരങ്ങൾ, അദ്ദേഹത്തിന് അറിയാവുന്ന വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണ്. താൻ അദ്ദേഹത്തെ SITയുമായിട്ട് കണക്ട് ചെയ്യാം എന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഈ പ്രവാസി വ്യവസായിയെ ഇന്ത്യയിലെത്തിച്ച് SIT വിശദമായിട്ട് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു. തുടർന്നാണ് ആന്റിക് വാല്യൂ ഉള്ള, പൗരാണിക മൂല്യമുള്ള ശില്പങ്ങളും ക്ഷേത്ര വസ്തുക്കളും വാങ്ങുന്ന, അല്ലെങ്കിൽ അത് തട്ടിയെടുക്കുന്ന ഒരു ഗൂഢ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ എന്ന വിവരം പ്രവാസി വ്യവസായി SITക്ക് നൽകുന്നത്. പ്രവാസി വ്യവസായിയാണ് ഡി മണിയെ കുറിച്ചുള്ള വിവരം SITക്ക് കൈമാറുന്നത്. പക്ഷേ ഈ പ്രവാസി വ്യവസായിയുടെ മൊഴികളിൽ പലതും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കൃത്യമായി കൂട്ടിച്ചേർത്ത് ഒരു ധാരണയിലെത്താൻ സാധിച്ചിരുന്നില്ല. കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറയെ പണവുമായി ചില ആൾക്കാർ, വ്യവസായികൾ ഈ ഡി മണിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണന്റെ കൂടി സാന്നിധ്യത്തിൽ ഇവിടെ എത്തിയെന്നും തിരുവനന്തപുരത്ത് വെച്ച് അവർ കാര്യങ്ങൾ ധാരണയാക്കി എന്നുമൊക്കെയാണ് പ്രവാസി വ്യവസായി നൽകിയ മൊഴി. മാത്രമല്ല, അവരുടെ കൈവശം, അവരുടെ വണ്ടിയിൽ താൻ
തുണി കൊണ്ട് പൊതിഞ്ഞ നിലയിൽ ചില വിഗ്രഹങ്ങൾ കണ്ടു, 2-3 വിഗ്രഹങ്ങൾ കണ്ടു. അത് പഞ്ചലോക വിഗ്രഹം അതിൽ ഉണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന്റെ എല്ലാം കൃത്യമായ തെളിവുകൾ ലഭിക്കണം. വെറുതെ ഊഹാപോഹങ്ങളുടെയോ ചില സംശയങ്ങളുടെയോ മാത്രം അടിസ്ഥാനത്തിൽ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉപോത്ബലകമായ പ്രാഥമിക തെളിവുകൾ ലഭിക്കണം. അങ്ങനെയുള്ള പ്രാഥമിക തെളിവുകൾ ലഭിക്കാനാണ് SIT പരിശ്രമിച്ചത്. അതിന്റെ ഭാഗമായി അന്വേഷണം ചെന്നൈയിലേക്ക്, തമിഴ്നാട്ടിലേക്ക് നീണ്ടു. അവിടെ നിന്നാണ് ഈ ഡി മണി എന്ന ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതും ആ വ്യക്തിയെ കണ്ടെത്തുന്നതും. SIT കൃത്യമായ ട്രാക്കിലാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിലായതുകൊണ്ട് മറ്റ് ഇടപെടലുകൾക്ക് ഇവിടെ വലിയ സ്ഥാനമുണ്ടാകില്ല എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ SITക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തള്ളിക്കളയാവുന്നതല്ല. അത് മുഖവിലക്കെടുത്തേ മതിയാവുകയുള്ളൂ. കാരണം കള്ളൻ പുറത്തു മാത്രമല്ല അകത്തുമുണ്ട്. ശബരിമലയിൽ നിന്ന് ഇതൊക്കെ ഇളക്കിയെടുത്ത് ഈ കള്ളന്മാർക്ക് കവർച്ചാ സംഘത്തിന് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കപ്പലിൽ കള്ളന്മാരുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല, നിരവധി കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും അന്ന് ഈ സ്വർണപ്പാളി ഇളക്കിയെടുത്ത് അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്ത് നടപ്പാക്കിയപ്പോൾ ആരൊക്കെയാണോ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്, അത് അന്നത്തെ ദേവസ്വം മന്ത്രിയിൽ തുടങ്ങി, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ തുടങ്ങി, ദേവസ്വം അംഗങ്ങളിൽ തുടങ്ങി, ഈ ക്ഷേത്രത്തിന്റെ ദൈവതുല്യരായി കണക്കാക്കുന്ന തന്ത്രി ഉൾപ്പെടെ, മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. കാരണം ഇവരുടെയൊന്നും സമ്മതമോ അനുവാദമോ കൂടാതെ ഇത് ഇളക്കിയെടുത്ത് അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർക്ക് ഈ പറഞ്ഞ ഡിണ്ടിഗൽ സ്വദേശി ഡി മണി എന്നറിയപ്പെടുന്ന ബാലമുരുകനുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടോ എന്ന കാര്യവും തെളിയേണ്ടതുണ്ട്, അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഇതിനെല്ലാം ഇടനില നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർമാരെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് എന്ന് വ്യക്തമാണ്. ബാംഗ്ലൂരുവിൽ ഒരു ക്ഷേത്രത്തിൽ, ജാലഹള്ളിക്ക് സമീപമുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റിയും പിഴുതൊരു സുപ്രഭാതത്തിൽ ശബരിമലയിലേക്ക് വന്നു കയറിയതാണ് എന്ന് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വമ്പൻ സ്രാവുകൾ നീന്തുന്നുണ്ട്. ആ സ്രാവുകളെയാണ് കണ്ടെത്തേണ്ടത്. കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു. കൃത്യമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലതുവശത്ത് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനും സഹായി ശ്രീകൃഷ്ണനുമാണെങ്കിൽ ഇടതുവശത്ത് ദേവസ്വം ബോർഡിന്റെ ഭരണകൂടം, ഭരണസമിതി, ദേവസ്വം മന്ത്രിയിൽ തുടങ്ങി ദേവസ്വം അംഗങ്ങളിലും അവിടെ ആ ക്ഷേത്രത്തിന്റെ പരമാധികാരിയായ തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ളവരും ഇടതുവശത്ത് നിൽക്കുന്നു എന്ന കാര്യം ആ ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരേണ്ടതുണ്ട്. ഈ ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെയും സഹായി ശ്രീകൃഷ്ണനെയും കൃത്യമായി ചോദ്യം ചെയ്യുന്നതിലൂടെ SITക്ക് ആ വിവരങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. SIT കൃത്യമായ ട്രാക്കിലാണ്. അല്പവേഗക്കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സഹിക്കാം. പക്ഷേ അയ്യപ്പന്റെ മുതൽ, അയ്യപ്പന്റെ സ്വർണം, അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ച കള്ളന്മാരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ നിമിഷം വരെയുള്ള പ്രതീക്ഷ. ഭക്തർ കാത്തിരിക്കുന്നത്, ശബരിമല തീർത്ഥാടകർ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് ഈ മുഴുവൻ കള്ളന്മാരെയും നിയമത്തിന്റെ മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ, SITക്ക് അതിന് സാധിക്കുമോ എന്നാണ് അവരുടെ പ്രതീക്ഷയും കാത്തിരിപ്പും. ആ അർത്ഥത്തിലാണ്. എന്തായാലും എന്തൊക്കെ സമ്മർദ്ദമുണ്ടെങ്കിലും ശരി, SIT വളരെ കൃത്യമായി അതിന്റെ ട്രാക്കിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതിൽ നമുക്ക് ആശ്വസിക്കാം.